യേശുസ്തുതി. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയ്ക്ക് ആയിരം നന്ദി. എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാൻ 2019 കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത്. ആ സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ അമ്മയുടെ അടുത്ത് വരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിന് ഫലമായി ഞങ്ങൾക്ക് പുതിയൊരു വീട് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കൃപാസനത്തെപ്പറ്റി കൂടുതൽ പല ട്രോളുകൾ കേട്ടതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ അത്ര വിശ്വാസമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ ഈശോയിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് കുർബാനയിലോ കുമ്പസാരമോ സന്ധ്യപ്രാർത്ഥനകളിലോ ഒന്നും പങ്കെടുക്കാതെ ജോലി തിരക്കിൽ മാത്രം കഴിഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ഈ അവസരങ്ങളിലാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ ആ സുഹൃത്തിൻ്റെ അടുത്ത് എൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്നും ഞാൻ ഇന്ന പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ പോകാമെന്നൊക്കെ വളരെ നാളുകൾക്ക് മുന്നേ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സുഹൃത്ത് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡിസംബർ പകുതി ആയപ്പോഴത്തേനും എൻ്റെ അടുത്ത് വിവാഹം ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും ആ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ കുട്ടി ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലാത്തത് കൊണ്ടും ഞാനൊരിക്കലും ആ കുട്ടീനെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് ആ വിവാഹത്തിനോട് പിന്മാറാനും ആ കുട്ടീനെ വിവാഹം കഴിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വിവാഹം ഞാൻ നടത്തില്ല, പല പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് ഞാൻ വിവാഹം ഉറപ്പിച്ച് വെച്ച കുട്ടിയുടെ അടുത്തും വീട്ടിലൊക്കെ പോയി പല അനാവശ്യമായ പല കാര്യങ്ങൾ പറയുകയും അത് ഞാനറിഞ്ഞ് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്നു. ഇത് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ ഈ പ്രശ്നം ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ കൃപാസനത്തിൽ പോകാൻ, നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാതാവ് പരിഹരിച്ച് ഈ വിവാഹം ഭംഗിയായിട്ട് നടത്തുമെന്ന് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു. അത് പ്രകാരം ജാനുവരി 16-ാം തീയതി ഞാൻ കൃപാസനത്തിൽ ഞാനും എൻ്റെ മമ്മിയും വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് 6 കാര്യങ്ങളിൽ ആദ്യത്തെ ആവശ്യപ്പെട്ടത് ഒരു പ്രശ്നമൊന്നും കൂടാതെ 23-ാം തീയതി എൻ്റെ വിവാഹം നടക്കണമെന്നുള്ളതായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളായപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ വീട്ടിലറിയാതാണ് ഈ കുട്ടി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടി എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ട് കൊടുത്ത് 20-ാം തീയതി എൻ്റെ വീട്ടുകാരായിട്ട് പേരൻസായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ഒരിക്കലും എൻ്റെ അമ്മേനെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അമ്മേനെ കൊണ്ട് പോവുകയില്ല. പക്ഷേ എന്നെ സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കതിന് വേണ്ട സത്യം തെളിയിക്കണമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇത് പ്രകാരം 20-ാം തീയതി ഞാനും എൻ്റെ പപ്പയും എൻ്റെ 2 അങ്കിളുമാരും സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ സിഐയുടെ മുന്നിൽ വെച്ച് എൻ്റെ ഭാഗവും ആ പെൺകുട്ടിയുടെ ഭാഗവും കേട്ട് അവിടെ വെച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കപ്പെട്ട് ഞാൻ 23-ാം തീയതി വളരെ ഭംഗിയായിട്ട് എൻ്റെ വിവാഹം കഴിയുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് വിവാഹം കഴിഞ്ഞത്. ഞാനപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഞാൻ വീണ്ടും ഈശോയുടെ പാതയിലോട്ട് ഞാൻ സഞ്ചരിക്കുന്നു. കുർബാന കൈക്കൊള്ളാനും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും സന്ധ്യപ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്തായാലും ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇവിടെ നമ്മളാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. നമുക്കിവിടെ ഒരു മീഡിയേറ്റർ ഇല്ല. നമ്മുടെ വിശ്വാസം പ്രകാരം ഈശോയോട് മാതാവിനോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അമ്മ അത് സാധിച്ചു തരും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ 23-ാം തീയതി കഴിഞ്ഞ വിവാഹം. അതെനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് 5 കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ മുന്നിൽ വരികയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നതാണ്. താങ്ക് യു.